സംസ്ഥാനത്ത് 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയതിനെതിരെ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കേരള സർക്കാരിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ നടന്നുവരികയാണ്. മാസം 1600 വീതമാണ് 50 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഓണത്തിന് നൽകേണ്ട ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ മാസങ്ങൾ വൈകി ക്രിസ്മസിന് ഡിസംബർ അവസാനത്തിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിലായി ക്ഷേമ പെൻഷൻ വിതരണമുണ്ടായത്. 2024 പുതുവത്സരത്തിന്റെ ആദ്യ മാസമായ ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിങ്ങനെ 4 മാസത്തെ ക്ഷേമ പെൻഷനായി ഓരോരുത്തർക്കും 6400 രൂപ വീതം കുടിശ്ശികയാണ്. ഇതിൽ ഒരു മാസത്തെ തുകയായ 1600 രൂപയെങ്കിലും കടമെടുത്തിട്ടായാലും ജനുവരിയിൽ വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിനിടെ അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ സഹകരണ ബാങ്കിൽ നിന്നും കടമെടുക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ശമ്പളവും പെൻഷനും നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കൂടുതൽ വിഹിതം നൽകിയതിനാൽ ഈ വർഷം ബാക്കി തുകയെ നൽകുവെന്ന കേന്ദ്ര നിലപാടും സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. അതേസമയം പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് ശക്തമായ ഭാഷയിൽ കത്തെഴുതാനൊരുങ്ങുകയാണ് കേരളം. ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിനു പുറമെ വായ്പയും വാങ്ങി ശമ്പളം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. 8.80% പലിശയ്ക്കെടുക്കുന്ന വായ്പ ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാമെന്നാണ് ധാരണ. പ്രതിമാസം പലിശയടച്ച ശേഷം മുതൽ തുക ഒടുവിൽ ഒരുമിച്ചടയ്ക്കും. ആവശ്യത്തിന് പണം കൈവശമുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ, പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾ, എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കൺസോർഷ്യമാകും വായ്പ നൽകുക. കണ്ണൂരിലെ മാടായി സഹകരണ ഗ്രാമീണ ബാങ്കാണ് കൺസോർഷ്യത്തിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുക. കേരള ബാങ്കിൽ ഇതിനായി പ്രത്യേക അക്കൗണ്ട് ആരംഭിക്കും. ഫണ്ട് മാനേജറും പെൻഷനും കമ്പനിയും തമ്മിൽ ഒപ്പിടുന്ന കരാർ പ്രകാരമാകും വായ്പ കൈമാറുക. കടമെടുപ്പിലെ കേന്ദ്ര നിയന്ത്രണവും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള താൽക്കാലിക കടമെടുപ്പിൽ വന്ന പ്രതിസന്ധിയും പരിഗണിച്ച് ക്ഷേമ പെൻഷൻ വിതരണത്തിന് സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതേസമയം കേരളത്തിൽ നികുതി പിരിവ് വളരെ കുറവാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. കിട്ടാനുള്ള നികുതി വരുമാനത്തിന്റെ 25% നികുതി തമിഴ്നാട് പിരിച്ചെടുത്തു കഴിഞ്ഞു. എന്നിട്ടും കേരളം ഇക്കാര്യത്തിലേറെ പിന്നിലാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. വൻകിട സ്ഥാപനങ്ങൾ കോടികളുടെ വിൽപ്പന നികുതി കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്. അവ പിരിച്ചെടുക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വലിയ ക്ലബ്ബുകൾ നികുതി ഇനത്തിൽ സർക്കാരിന് നൽകാനുള്ളത് കോടികളാണ്. ജപ്തി നടപടി തുടങ്ങുമ്പോൾ തന്നെ മന്ത്രി ഇടപെട്ട് തടയുകയാണ് ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നടപടികൾ നിർത്തിവയ്ക്കാൻ മന്ത്രിക്കുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണിത്.